അച്ചു ഇപ്പൊ വരും. എന്താ സിസ്റ്ററെ? ഷെജിക്ക് അച്ഛനോടൊന്ന് സംസാരിക്കണമായിരുന്നു. ഓ, ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ അച്ചോ. സ്തുതിയായിരിക്കട്ടെ. ഇന്ന് ഞായറാഴ്ചയല്ലേ, 2ാം കുർബാനയ്ക്ക് സമയമായി. അത്യാവശ്യമില്ലെങ്കിൽ നമുക്ക് പിന്നീട് സംസാരിച്ച പോരെ? ഞാൻ പറഞ്ഞച്ചോ ഇന്ന് ഞായറാഴ്ചയാണ്, അച്ഛന് നല്ല തിരക്കായിരിക്കുമെന്ന്. പക്ഷേ ഷെജിക്ക് എന്തോ അച്ഛനോട് കാര്യമായിട്ട് സംസാരിക്കുന്നുണ്ടത്രേ. എന്താ പ്രശ്നം? മടുത്തച്ചോ, ജീവിതം തന്നെ മതിയായി. 2-3 പിള്ളേരുള്ളതുകൊണ്ടാ ഞാനിതൊക്കെ സഹിച്ചു നിൽക്കുന്നത്. അവൻ അത്യാവശ്യം കുടിക്കുമെന്നല്ലാതെ എന്താ കുഴപ്പം? നിന്നെ മക്കളെ നോക്കുന്നില്ലേ? അതൊക്കെ ശരി തന്നെയാണച്ചോ. പക്ഷേ വീട്ടിലാരും ഇല്ലാത്ത സമയത്ത് എപ്പോഴും അങ്ങേരെന്നെ പുറകെ കൂടെ വന്ന് കെട്ടിപ്പിടിക്കും. അതൊന്നും എനിക്കിഷ്ടല്ല. അയ്യോ, എനിക്ക് മടുത്തച്ചോ. അച്ഛൻ അങ്ങേരെ വിളിച്ചൊന്ന് ഉപദേശിക്കണം. ഷെജി ഇപ്പൊ വയ്ക്കോ, ഞാൻ അവനെ വിളിച്ച് സംസാരിക്കാം. അവളെന്റെ ഭാര്യയില്ല അച്ചോ. ഭാര്യ ആയാലും കാമുകയായാലും ശരി, ഒരു പെണ്ണിന്റെ സമ്മതം കൂടാതെ അവളെ കയറി പിടിക്കുന്നത് കുറ്റകരം തന്നെയാ. ഓ, ഈ നടുവേദനയും വെച്ച് ഞാൻ തന്നെ പോണല്ലോ കടയിൽ. അതെങ്ങനെയോ ഒരുത്തം കിടന്ന് ഉറങ്ങുന്നു കണ്ടില്ലേ? അയ്യോ മേരി, വാലോർക്ക് ആരോ വന്നു. ആരടാ മേരി? മേരി അല്ല, മൂരി. കുര്യൻചേട്ടന് കുറച്ച് മുരിയൻ കൊടുക്കേണ്ട കാര്യം ഇങ്ങനെ ആലോചിച്ചു. ഓർക്കവും പോയി, മാനം പോയി. ഷെജി, ഇന്നലെ കൊണ്ടുവന്ന് സോപ്പ് പൊട്ടിച്ചോടി. കൈയെടുത്തേ, മക്കള് നാലാ എന്നിട്ട് മതിയായില്ലേ? പറമ്പാ, കുറച്ച് ദൈവവിശ്വാസത്തിലൊക്കെ ജീവിക്കും. നിന്നെ ഒന്ന് ഉപദേശിച്ചിട്ട് ഒരു കാര്യമില്ല. പള്ളിയിലും വരില്ല, കുമ്പസാരവും ഇല്ല. ഉപദേശിക്കാൻ 100 വരാം. എന്നൊരു ഉപകാരം ചെയ്യാൻ പറഞ്ഞല്ലോ. അന്നൊരു ഉപദേശം മനുഷ്യരെ പഠിപ്പിക്കാൻ പറ്റി. അയ്യോ, കുര്യൻ ചേട്ടൻ ചെല്ലാൻ പറഞ്ഞിട്ടില്ല, മേരി ചെല്ലാൻ പറഞ്ഞിട്ടില്ല. പറഞ്ഞല്ലോ രാത്രി വരുമ്പോ ഇതിന് ഇത്രയും പൊക്കമുണ്ടായിരുന്നു. കുര്യൻ ചേട്ടാ വന്നോ? എവിടെയായിരുന്നടാ പറമ്പ? എത്ര നേരമായി കാത്തിക്കുന്നു? മഴയില്ലായിരുന്നു കുര്യൻ ചേട്ടാ, കൊടയില്ലായിരുന്നു. മേരിയുടെ വീട്ടിൽ നിന്ന് കയറി. മേരി ഒറ്റക്കായിരുന്നേ. നീ ഇപ്പൊ കള്ളുമേരിയുടെ വീട്ടിലാ കുടിയും കിടപ്പും? ആളുകൾ ഓരോന്ന് പറയുമ്പോ തൊലി ഉരിഞ്ഞു പോവുക. അവളുമായിട്ട് നിനക്ക് എന്നതാടാ ഇടപാട്? അതൊക്കെ ആളുകൾ ചുമ്മാ പറയുന്നല്ലേ. മേരിക്ക് കെട്ടിയവനില്ലാത്തതുകൊണ്ട് ചില ആവശ്യങ്ങൾക്ക് എന്നെ വിളിക്കും. ഒരു പരോപകാരം. ഒടുക്കം തവള കിണറ്റി വീണ പോലെ ആകരുത്. തവള കിണറ്റിലോ? ഇല്ല കുര്യൻ ചേട്ടാ. എന്നാ നിനക്ക് കൊള്ളാം. ഞാൻ വീട്ടിൽ പോവാ. ഇത് നിങ്ങൾ ഷെഡി കെട്ടിയരെ. ഇവർമാ കുറെ സമയം പുറത്തോണ്ടിരിക്കുന്നു. എനിക്കറിയില്ല. ഈ മസിൽ പെരിപ്പിച്ചിരുന്ന കുളി കണ്ടോണ്ട് ഞാൻ പറഞ്ഞതാ, വെറുതെ പോയി വാങ്ങാൻ നിൽക്കണ്ട. എടാ നിങ്ങളെന്ത് കളിക്കാണ്ടാവില്ലടാ? എടാ ഇന്ന് കളിക്കാണ്ടാവില്ലേന്ന്? എടാ നിങ്ങളോടല്ലേ ചോദിക്കുന്നു? അവൻ പോയി മുങ്ങ ചത്ത. ഇല്ലല്ലേ, അതാ ആശാനെ വലിയൊരു പരാതി. വിളവട്ടി. അയ്യേ, എന്താല്ലേ? മതിയുടെ പറമ്പാ കേറാ. ഇവന്മാരെ കുടിയും കഴിഞ്ഞിട്ട് എപ്പാ പോടാ? ബെന്നി മാഷ് വന്നല്ലോ. പിന്നെ പോയാ ആശാനെ? ഓയ്, ഇയാളിതേടി ഇടക്കിടക്ക് പോകുന്നത്. അല്ല, നമുക്ക് കമ്മിറ്റി കൂടിയിട്ട് വായനശാലയുടെ പരിപാടിയൊക്കെ നോക്കണ്ടേ? അതെപ്പോഴാ വെച്ചാൽ നടത്തല്ലോ മാഷേ, മാഷ് തിരക്കിലായതുകൊണ്ടല്ലേ. ടൂർണമെന്റ് നടത്തുന്നത് ശരി, ജോമോൻ ടീമിൽ ഉണ്ടാവാൻ പാടില്ല. എന്നെ കോപ്പിലെ വർത്താനം നീ പറയുന്നേ.
ജോമോനില്ലാതെ എങ്ങനാ? ആ എടാ ജോമോനല്ലേ ടീമിന്റെ നെടുന്തൂൺ, അവനില്ലാണ്ട് കളി തന്നെ ജയിക്കും. അതൊന്നും എനിക്കറിയണ്ട. ഇപ്രാവശ്യം ജോമോൻ കോട്ടിലുണ്ടാവാൻ പാടില്ല. ആ നീ എനിക്കെന്ന അവനോട് ഇത്ര ചോദിച്ചില്? പഠിക്കുന്ന കാലം തൊട്ട് തുടങ്ങിയല്ലേ രണ്ടും? നാട്ടിൽ എന്ത് സംഭവം ഉണ്ടെങ്കിലും രണ്ടിൽ രണ്ട് വശത്തായിരിക്കും. അവനെന്താ അത്ര മോശ? അവൻ നമ്മുടെ നാട്ടിൽ സ്റ്റാർ അല്ലേ? അറ്റ്ലീസ്റ്റ് നമ്മുടെ വായനശാലയെങ്കിലും. ആ ഓൻ്റെ കാര്യം ആർക്കാ അറിഞ്ഞൂടാതെ. ഇറച്ചിക്കാരൻ കുര്യൻ ചേട്ടൻ്റെ മോനല്ലേ? അതെ, കുര്യനെ മോൻ തന്നെ. ആ ദേവസി ചേട്ടൻ്റെ മോളെ കെട്ടാൻ ഓൻ കുറേ നോക്കിയല്ലേ? അതിനവള് മടത്ത് പോയില്ലടോ. പിന്നെന്താ? അവനെ കൊണ്ട് കെട്ടിക്കാത്ത ദേഷ്യത്തിന് കല്യാണം വേണ്ടാന്ന് പറഞ്ഞിട്ട് അവള് പടത്തിൽ ചേർന്നല്ലേ? അത് നമ്മുടെ ബോളിവുഡും തമ്മിൽ എന്താ ബന്ധം? എന്ത് ബന്ധോ? ഇവന്റെ തലക്ക് ഭ്രാന്ത്. കാഞ്ചനമാല മൊയ്തീനുള്ളതാണെങ്കിൽ ജസ്റ്റീൻ്റെ ജോമോനുള്ളതാണെന്ന് നമ്മളൊക്കെ വിശ്വസിച്ചിരുന്നു. അവര് തമ്മിൽ എന്ത് ചേർച്ചയായിരുന്നു. സത്യം. ആ പിന്നെ പലവട്ടം ചോദിക്കണമെന്ന് വിചാരിച്ചാ. ഇതിൻ്റെ ഇടയിൽ നിന്റെ റോൾ എന്താ? ജസ്റ്റിനെ പുറകെ എടുത്തിട്ടേ അവളെ പിന്നെ മൈൻഡ് ചെയ്തില്ല. അവനടിക്കുന്ന പോലത്തെ ഒരു ബോൾ ഇവൻ അടിക്കാൻ വേണ്ടി പറ്റുമോ? ജോമോനോടുള്ള കണക്ക് തീർക്കാൻ കണ്ട മാർഗം കൊള്ളാം. എന്തായാലും ഇപ്രാവശ്യം ജോമോനെ കോട്ടിലിറക്കൂല. ആ നീ അടങ്ങ്, നമുക്ക് ചർച്ച ചെയ്ത് തീരുമാനിക്കാം. ഞാനിപ്പോ പോകുന്നു. ഓക്കെ മാഷ്, ഞാൻ എന്ത് പറഞ്ഞാലൊരു ജാമൻ നിനക്കെന്താ പ്രശ്നം? എന്നാ നീ കളിക്കണ്ടാ. വെള്ളത്തേക്കാൻ പോയി കിടക്ക. ആശാന്റെ കുളി തീരാറായില്ലേ? വൈകിട്ട് ക്ലബ്ബ് കാണാം. ആരും മുങ്ങിയേക്കരുത്. കാണാം മാഷേ, കാണാം. ആശാനെ നമുക്ക് വെടിവെച്ച് കളിച്ചാലാ? ദേ നോക്ക്, 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 മീന് പോകുന്നുണ്ടോ? ദേ നോക്ക്, അങ്ങോട്ട് നോക്ക്. ചില ദിവസം അങ്ങനെയൊക്കെ തന്നെയാ, ആളൊന്നും ഉണ്ടാവില്ല. ഏതിനും മത്സ്യങ്ങളെ ഇവിടെ വളർത്തുന്നേ? ഒരുവിധം എല്ലാ തരത്തിലുള്ള മീൻ ഇവിടെ ഉണ്ട് ചേച്ചി. ആ. പ്രധാനമായിട്ട് വാള, ആഫ്രിക്കൻ മുഷി, പിന്നെ രോഹു, കട്ല, പിലോപ്പി, ഗോൾഡൻ, കാർപ്പ്, അങ്ങനത്തെ കുറെ മീനുണ്ട്. അലങ്കാര മത്സ്യങ്ങളുണ്ടോ? ഇല്ല ചേച്ചി, അലങ്കാര മത്സ്യങ്ങളില്ല. ഇവിടെ നമ്മൾ കഴിക്കുന്നത് മാത്രമേ ഉള്ളൂ. ജോമോനെ വെള്ളപ്പൊക്കം പ്രശ്നം എന്തെങ്കിലും ആക്കലുണ്ടോടാ? ഇല്ല ചേട്ടാ, 2 വർഷം മുമ്പ് ഒരു പ്രശ്നം ഉണ്ടായതല്ലാതെ ഇപ്പം അങ്ങനെ കുഴപ്പങ്ങളൊന്നുമില്ല. പിന്നെ ഇവിടെയൊക്കെ അണ കെട്ടിയിട്ടുണ്ട്, കുഴപ്പമില്ല. ഇതിന് സർക്കാരിന് ഗ്രാൻഡ് വല്ലതും കിട്ടാറുണ്ടോ? ഓ ഗ്രാൻഡ് അങ്ങനെയൊന്നുമില്ല, വല്ലപ്പോഴും എന്തെങ്കിലും കിട്ടിയാലായി. പിന്നെ ബാക്കിയൊക്കെ നമ്മുടെ റിസ്കിൽ തന്നെ. ഈ 2 ഭാഗത്തും വലിയ പ്രശ്നമില്ല, ഇവിടെ വെള്ളം കയറാറില്ല. ആ സൈഡിലോട്ടൊക്കെ പോകുമ്പോഴാണ് കുറച്ചുകൂടി ബുദ്ധിമുട്ട് വരുന്നത്. ടാങ്കിനകത്ത് കുഞ്ഞുങ്ങളുണ്ട്, പാകായെല്ലാം അങ്ങോട്ടും ഇങ്ങോട്ടും മാറ്റുന്നത്. എന്താ ചോമോനെ, ഇന്ന് ആള് കുറവായിരുന്നല്ലേ? വലിയ പാർട്ടിക്കാരൊന്നും കണ്ടില്ല. കറിക്കാരൊന്നും വന്നിട്ട് ഒരു കാര്യമില്ല. ഫാമുകാരോ ചെറിയ വളർത്തുകാരോ ഒക്കെ വരണം. പാപ്പച്ചേട്ടൻ പറഞ്ഞത് ശരിയാ, ഇന്നങ്ങനെ ഫാമുകാരൊന്നും ഉണ്ടായിരുന്നില്ല. പാപ്പച്ചേട്ടാ, ആ ഞാനിന്ന് ഉച്ച കഴിഞ്ഞ് ലീവായിരിക്കുവേ. എന്തോന്ന് ലീവാടാ? നീ എന്താ ഇങ്ങനെ? അത് ഓരോരോ ദിവസം ഓരോരോ കാരണങ്ങൾ. ഇങ്ങനെ ലീവ് എടുത്താൽ ശരിയാവില്ല കേട്ടോ. വോളിബോളാണ്, മാച്ചുണ്ട്, ഫുട്ബോളാണ്,
ഇങ്ങനെ പോയാൽ ഇവിടുത്തെ കാര്യം കംപ്ലീറ്റ് കുഴയും. അതിരിക്കട്ടെ, ഇന്നെന്താ പരിപാടി? വോളിബോൾ കളിയുണ്ട്. ഇതുകൊണ്ടൊക്കെ നടന്നിട്ട് നീ രക്ഷപ്പെടുന്നില്ലല്ലോടാ. രക്ഷപ്പെടും പാപ്പൻ ചേട്ടാ, അതിനല്ലേ കഷ്ടപ്പെടുന്ന മുഴുവൻ.